Hello guys, my name is Ayanabel. Welcome to my channel Ayan's Tracks. ഇന്ന് എൻ്റെ അപ്പ അമ്മ ഞാൻ എല്ലാവരും ഒരു ട്രിപ്പിന് പോവുകയാണ്. കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത്. അത് പോകുന്ന ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അപ്പാപ്പയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അപ്പാപ്പയെ പിക്ക് ചെയ്ത് നേരെ കുട്ടിക്കാനത്തേക്ക് പോകും. എന്നിട്ട് അവിടുത്തെ മലകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പാർക്കിൽ നിന്ന് എൻ്റെ അപ്പാപ്പയെ ഞങ്ങൾ പിക്ക് ചെയ്ത് ഇപ്പോൾ കുട്ടിക്കാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പാപ്പ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എൻ്റെ അപ്പയുടെ കോളേജിൽ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു. ഞങ്ങളപ്പോൾ വിചാരിച്ച് നമ്മുടെ അപ്പയുടെ കോളേജിലും കൂടെ കയറിയേക്കാവുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അപ്പയുടെ കോളേജ് ഞാനിപ്പം കാണിച്ചു. ഇതോ ആ കാണുന്നതാണ് എൻ്റെ അപ്പ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട്. ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സൂ പോലെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി ബേർഡ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവർ ഇച്ചിരി ചെടികളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ചാപ്പലുണ്ട്. ഈ ചാപ്പലിലാണ് എൻ്റെ അപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ട്രെയിറ്റ് നോക്കുമ്പോഴാണ് എൻ്റെ അപ്പയുടെ സ്കൂള് കാണുന്നത്. ഇതാണ് എൻ്റെ അപ്പയുടെ സ്കൂള്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബസ് ബേ ഉണ്ട്. ഈ ബസ് ബേയിലാണ് എല്ലാ സ്കൂൾ ബസ്സുകളും വന്ന് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പയെ പഠിപ്പിച്ച സാറുമാരിപ്പോഴും ഉണ്ട്. ആ സാറുമാരുമായിട്ട് അപ്പ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ് ഈ സ്കൂളിൽ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഫുട്ബോൾ കളിക്കാം, ബാസ്കറ്റ്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, വോളിബോൾ കളിക്കാം, ഷട്ടിൽ കളിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ് നമുക്ക് ഈ സ്കൂളിൽ അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ അപ്പയെ പഠിപ്പിച്ച വേറൊരു സാറിനെ കണ്ടുമുട്ടി. എൻ്റെ അപ്പ ആ സാറുമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എൻ്റെ അപ്പയുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുട്ടിക്കാനത്തേക്കുള്ള യാത്ര തുടർന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ രാവിലെയാണ് കുട്ടിക്കാനം ആസ്വദിക്കാൻ പോകുന്നത്. ഇപ്പം ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടി രാത്രിയിലത്തെ കുട്ടിക്കാനം എങ്ങനെ ഉണ്ടാവുമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്.
ഞാനിപ്പോൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു. ഇപ്പം രാത്രി ആവുകൊണ്ട് അധികം കറക്കമൊന്നും കാണത്തില്ല, ചുമ്മാ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ. ഇപ്പം മലകളൊക്കെ ഞാനിപ്പോൾ നേരത്തെ ഷൂട്ട് തന്നായിരുന്നല്ലോ, രാത്രി ആയതുകൊണ്ട് അധികം എടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് എൻ്റെ അപ്പയും അമ്മയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം. അമ്മ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ആ ഓർത്തോണ്ട് അമ്മ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഇവിടെ വെച്ചാണ് അപ്പയും അമ്മ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം. പിന്നെ അവിടെ ഒരു ടൗൺ ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു കടയുണ്ട്. ആ കടയിൽ വെച്ചാണ് ഞാൻ കഴിഞ്ഞ വെക്കേഷന് തേക്കടിക്ക് പോയപ്പോൾ ഭക്ഷണം ലഞ്ച് കഴിച്ച സ്ഥലമാണ് ആ കട. പിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ തേക്കടിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കഴിച്ച സ്ഥലമാണിത്. മഞ്ഞുണ്ട്, പക്ഷെ അധികം തണുപ്പില്ല ഇവിടെ. തിരിച്ചു വന്നപ്പോൾ ഒത്തിരി മഞ്ഞുണ്ടായിരുന്നു, ഒത്തിരി മിസ്റ്റായിരുന്നു. അപ്പോൾ അത് ഒത്തിരി തണുപ്പൊന്നുമില്ല. എൻ്റെ അപ്പയും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെയാണ് എൻ്റെ അമ്മയുടെ കോളേജ്, കുട്ടിക്കാനത്തെ കോളേജ്. ഇവിടെ അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നില്ല അമ്മ പറഞ്ഞത്. ഇവിടെ അധികം തണുപ്പൊന്നും ഇല്ല. എൻ്റെ അപ്പയുടെ കോളേജ് എവിടെയാ? അപ്പോൾ അടിച്ചത് സെൻറ്റ് പ്ലസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഇവിടെയാണ് എൻ്റെ അപ്പ പഠിച്ച വേറൊരു കോളേജ്. അപ്പോൾ ഞാനിപ്പോൾ ബിസ്ക്കറ്റും ചോക്ലേറ്റ്സ് എല്ലാം കഴിച്ച്, സ്നാക്സ് എല്ലാം ഞാൻ കഴിച്ചിട്ട് പോവാൻ പോവായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ അമ്മയുടെ മരിയൻ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് അമ്മ പഠിച്ചത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണോ ഇതിൻ്റെ അകത്തോ? ഇതാ അമ്മയുടെ ഓഡിറ്റോറിയം എന്നാണ് അമ്മ പറയുന്നത്. ഇതിൻ്റെ ഗേറ്റ് എവിടെ? ഫ്രണ്ട് ഗേറ്റ് എവിടെ? അത് ഓഡിറ്റോറിയം, അതെനിക്ക് മനസ്സിലായി. കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ് എവിടെയാ? അവിടെയോ? അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ടിഞ്ചു ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നടന്നു പോയപ്പോഴാണ് എന്താ പറയുക, അപ്പയെ കണ്ടുപിടിച്ചു. അപ്പോൾ പുറകെ തന്നെ വിളിച്ചു ബെച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എവിടെയോ കണ്ടു പരിചയമുള്ളൊരു മനുഷ്യനാണ്. ഇതാണ് മാരിയം കോളേജ്, അമ്മ പഠിച്ച കോളേജ്. ആദ്യത്തെ കോളേജായിരുന്നു അതോ രണ്ടാമത്തെ കോളേജായിരുന്നു അമ്മയുടെ? ആദ്യം ഡൽഹിയിലാണ് പഠിച്ചത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ JMC എന്ന് പറഞ്ഞ കോളേജിലാണ് അമ്മ ആദ്യമായിട്ട് ഡൽഹി വെച്ച് കോളേജിൽ പോയത്. പിന്നെ പഠിച്ച കോളേജാണ് മരിയൻ കോളേജ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ രാത്രി ഡിന്നർ കഴിക്കാൻ വന്നേക്കുവാണ്. തേയില റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പം കഴിക്കാമെന്ന് പറഞ്ഞുള്ള ഫുഡിനെക്കുറിച്ച് പറയാറായിട്ടില്ല. ഞങ്ങളിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നല്ലതാണോ എന്ന് പറയാം. തേയില റെസ്റ്റോറൻറ്റ് വ്യൂവിൽ നല്ല ആംബിയൻസ് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കണ്ടിട്ട്. ഇനി ഫുഡ് വന്നിട്ട് ഞാൻ ഇനി ഫുഡിനെ കുറിച്ചുള്ളത് പറയുന്നതാണ്.
ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഫുഡ് നല്ലതാണോ എന്ന് ഞങ്ങൾ അതിൻ്റെ ഫുഡിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ കാര്യം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അപ്പയോടും അമ്മയോടും ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഉണ്ടായിരുന്നു ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു, തരക്കേടില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അകത്തെ സെറ്റപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആംബിയൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ ആംബിയൻസ് വളരെ നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഫുഡൊക്കെ, നല്ല സൂപ്പറായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ തേയില റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കഴിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം. ഗൈസ്, എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുട്ടിക്കാലം പ്രധാനമായും വരുന്നത് എൻ്റെ അപ്പയുടെ ചെറുപ്പകാലം മുഴുവനും കുട്ടിക്കാനത്തായിരുന്നു. എൻ്റെ അപ്പയും കണ്ടുമുട്ടിയതും കുട്ടിക്കാനത്ത് വെച്ചായിരുന്നു. നിങ്ങൾക്ക് ഞാൻ രാത്രിയിലെ കുട്ടിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു കാണിച്ചു തന്നായിരുന്നല്ലോ. നിങ്ങൾക്ക് രാവിലെ വന്നാൽ കുട്ടിക്കാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ രാത്രി വന്നാൽ നിങ്ങൾക്ക് ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു ഹോൾ ഡേ കുട്ടിക്കാലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുട്ടിക്കാലത്തേക്ക് പോയി ട്രിപ്പിൽ ആസ്വദിച്ചിട്ട് എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് ടൂറിസ്റ്റ് പ്ലേസുകളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ.